ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയറില് സുവോളജിയില് ഫിസിയോളജി പറയുന്ന പാർട്ടില് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ പറയുന്ന ചാപ്റ്ററിലെ ഒരു സെഷനാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ 2 സെഷനായിട്ട് ഇതിനെ പഠിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഈ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് മക്കളെ നമുക്ക് അറിയാനുള്ളത് ബ്ലഡിനെ കുറിച്ചാണ്. ബ്ലഡ്, ഈ ബ്ലഡിനുള്ള കോമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് അറിയാനുള്ളത്. ബ്ലഡ് ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ബ്ലഡ് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് അറിയണം, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ച് അറിയണം, പിന്നെ ലിംഫിനെ കുറിച്ച് അറിയണം. ഇത് രണ്ടുമാണ് ബോഡി ഫ്ലൂയിഡ്സ്. സർക്കുലേഷനിലേക്ക് വരുമ്പോഴും നമുക്ക് ഹാർട്ടിന്റെ സ്ട്രക്ചറും ഹാർട്ടിലേക്ക് വരുന്ന ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് സർക്കുലേഷൻ ആണെന്നും എന്താണ് കാർഡിയാക് സൈക്കിൾ എന്നും ഏതാ 2 ചാമ്പേർഡ് ഹാർട്ട്, ഏതാ 3 ചാമ്പേർഡ് ഹാർട്ട്, ആരാ 4 ചാമ്പേർഡ് ഹാർട്ട്, ഇവർ ഓരോരാളെ നമുക്ക് പരിചയപ്പെടണം. പിന്നെ ECG അറിയണം. ECG എപ്പോഴും എക്സാമിന് ഒരു ക്വസ്റ്റൻ ECG. പിന്നെ ലാസ്റ്റ് നമുക്ക് റെഗുലേഷനും ഡിസോർഡേഴ്സും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നിങ്ങൾ എന്റെ കൂടെ വരണം, കറക്റ്റ് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോവാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു ബ്ലഡിനെ കുറിച്ചാണ്. ബ്ലഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് ബ്ലഡ്, കുഞ്ഞുങ്ങളെ കറക്റ്റ് കേൾക്കണം. ബ്ലഡ് നോക്കിയേ നിങ്ങൾ. ബ്ലഡില് മെയിൻ ആയിട്ട് 2 കോമ്പോണൻസ്. ബ്ലഡിലെ മെയിൻ ആയിട്ട് 2 കോമ്പോണൻസ് ആണ് പറഞ്ഞു. ബ്ലഡിലെ 2 കോമ്പോണൻസ് ആരൊക്കെയെന്ന് അറിയോ? ഒന്ന് ബ്ലഡിന്റെ ഉള്ളിലുള്ള പ്ലാസ്മ, പിന്നെ അവിടെയുള്ള ഫോംഡ് എലമെന്റ്സ്, ബ്ലഡ് ഫോം ചെയ്തേക്കുന്ന എലമെന്റ്സ്. ഈ ബ്ലഡ് ഫോം ചെയ്തേക്കുന്ന എലമെന്റ്സ് അവരാണ് നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അവരാണ് ഫോംഡ് എലമെന്റ്സ്. അപ്പൊ പ്ലാസ്മ ഉണ്ട്, ഫോംഡ് എലമെന്റ്സ് ഉണ്ട്. പ്ലാസ്മ ഉണ്ട്, ഫോംഡ് എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബ്ലഡിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം ഫോംഡ് എലമെന്റ്സ്. ബ്ലഡ് ഫോം ചെയ്തേക്കുന്ന എലമെന്റ്സ്, ഫോംഡ് എലമെന്റ്സ്. നിങ്ങൾ കറക്റ്റ് പഠിച്ചെടുക്കുക. ഫോംഡ് എലമെന്റ്സ് ഉണ്ട്, പിന്നെ ആരുണ്ട്? പ്ലാസ്മ ഉണ്ട്, ഫോംഡ് എലമെന്റ്സ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ടോട്ടൽ ബ്ലഡിൽ എത്ര പെർസെന്റേജ് ഫോംഡ് എലമെന്റ്സ് അറിയോ? എത്ര പെർസെന്റേജ് ഫോംഡ് എലമെന്റ്സ്? ഫോംഡ് എലമെന്റ്സ് വെറും 45%. 45% ഫോംഡ് എലമെന്റ്സ് ആ. അപ്പൊ ബാക്കി വരുന്ന 55% ആരാ? 55% ഇവിടെ പ്ലാസ്മയാണ്. ഫോംഡ് എലമെന്റ്സ് എത്ര പെർസെന്റേജ് ഉണ്ട്? 45% ഉണ്ട്. പ്ലാസ്മ എത്ര പെർസെന്റേജ് ഉണ്ട്? 55% ഉണ്ട്. ഈ ഫോംഡ് എലമെന്റ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫോംഡ് എലമെന്റ്സ്. ഈ ഫോംഡ് എലമെന്റ്സ് ആരൊക്കെയാ? കുഞ്ഞുങ്ങളെ പറഞ്ഞു ഫോംഡ് എലമെന്റ്സ് ആരൊക്കെയാ? ബ്ലഡ് ഫോം ചെയ്തേക്കുന്ന എലമെന്റ്സ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ഫോംഡ് എലമെന്റ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ പറയണം, ആദ്യത്തെ ആളാര RBC ഉണ്ട്, രണ്ടാമത്തെ ആളാര WBC ഉണ്ട്, മൂന്നാമത്തെ ആളാര പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. കുഞ്ഞുങ്ങളപ്പോ നമുക്ക് ഇതിൽ ഓരോരാളും ഇവരെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് RBCനെ കുറിച്ച്. RBCനെ കുറിച്ചുള്ള പോയിന്റ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു. RBCനെ വിളിക്കുന്ന വേറെ പേരെന്താ അറിയില്ലേ? RBCനെ വിളിക്കുന്ന വേറെ പേര് എരിത്രോസൈറ്റ്. എന്തോന്നാ? എരിത്രോസൈറ്റ്. അഥവാ വിളിക്കുന്ന വേറെ പേരെന്താ? റെഡ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ വിളിക്കുന്ന വേറെ പേരെന്താ? റെഡ് ബ്ലഡ് കോപ്പർ സെൽസ്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോപ്പർ സെൽസ് അല്ലെങ്കിൽ എരിത്രോസൈറ്റ്. റെഡ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് കോപ്പർ സെൽസ് അല്ലെങ്കിൽ എരിത്രോസൈറ്റ്. ഈ എരിത്രോസൈറ്റ് ഇല്ലേ, അമ്മമാരുടെ കൗണ്ട് എത്രയെന്ന് അറിയോ? ഒരു 1 mm ഉള്ള ക്യൂബ് എടുക്കുക, വളരെ കുഞ്ഞല്ലേ. ആ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ കൊടുക്കുന്ന RBCയുടെ കണക്ക് എത്രയാണെന്നറിയോ? 5 to 5.5 മില്യൺ ആ മക്കളെ. 5 to 5.5 മില്യൺ സെൽസ് per cubic millimeter. That means 1 cubic millimeter blood contain 5 to 5.5 million RBC. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ 5 മുതൽ 5.5 മില്യൺ ആരുണ്ട്? RBC ഉണ്ട്. അപ്പൊ RBC ഞാൻ നിങ്ങളോട് ആളുടെ പേര് പറഞ്ഞിരുന്നത്, ആളുടെ പേര് എരിത്രോസൈറ്റ് എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. എരിത്രോസൈറ്റ്, എരിത്രോസൈറ്റ്. അവന്റെ കൗണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു 5 to 5.5 മില്യൺ, 5 to 5.5 മില്യൺ സെൽസ് per cubic millimeter. 5 to 5.5 million cells per cubic millimeter. ഈ RBCനെ കുറിച്ച് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാ. ഒന്നാമത്തത് RBC എവിടെ നിന്ന് ഫോം ചെയ്യുന്നു? ഇതാ നമ്മൾ കുറെ ഓർഡർ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പഠിച്ചാൽ മതി. ഫസ്റ്റ് RBCയുടെ ഫോർമേഷൻ എവിടെ? ഫോർമേഷൻ റെഡ് ബോൺ മാരോ. റെഡ് ബോൺ മാരോ, ബോൺ മാരോ അസ്ഥി മജ്ജ. അസ്ഥി മജ്ജയിൽ വെച്ചിട്ടാണ് RBC ഉണ്ടാവുന്നത്. RBCയുടെ ലൈഫ് സ്പാൻ എത്ര കാലം ജീവിക്കുന്ന? RBC 120 ഡേയ്സ് ആണ്. RBCയുടെ ലൈഫ് സ്പാൻ 120 ഡേയ്സ്. RBC എത്ര കാലം ജീവിക്കുന്ന? 120 ഡേയ്സിലാണ് ജീവിക്കുന്നത്. RBCയുടെ ലൈഫ് സ്പാൻ 120 ഡേയ്സ് ആണ്. റെഡി? RBCയുടെ ഷേപ്പ് എങ്ങനെ? ബൈകോൺകേവ് ഷേപ്പ് ആണ്. ഇങ്ങനെ പോകാനായിട്ട് പഠിച്ചാൽ മതിയെ. അത് എവിടുന്ന് ഫോം ആവുന്നു? റെഡ് ബോൺ മാരോ. RBC എത്ര കാലം ജീവിക്കുന്നു? ലൈഫ് സ്പാൻ എത്ര? 120 ഡേയ്സ്. RBCയുടെ ഡിസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാ? RBC എവിടെ പോയിട്ടാ മരിക്കുന്നതെന്ന്
സ്പ്ലീനിൽ പോയിട്ട്. അതുകൊണ്ട് സ്പ്ലീനിനെ വിളിക്കുന്ന പേരാ ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി. ആർ ബി സിയുടെ ശ്മശാനം, ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി എന്ന് വിളിക്കുന്ന സ്ഥലമാണ് ഇത് സ്പ്ലീൻ. സ്പ്ലീനെ വിളിക്കുന്ന പേരെന്താ? ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി. ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി, ആർ ബി സിയുടെ ശ്മശാനം എന്നാണ് അറിയപ്പെടുന്നത്. സ്പ്ലീൻ അറിയപ്പെടുന്ന പേര് ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി. ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി ഫോം ചെയ്യുന്ന റെഡ് ബോൺ മാരോ 120 days ആണ് ലൈഫ് സ്പാൻ. ഡിസ്ട്രക്ഷൻ നടക്കുന്ന സ്പ്ലീനിലാണ്. സോ സ്പ്ലീനിനെ വിളിക്കുന്ന പേര് ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി. കുഞ്ഞുങ്ങൾ, ഈ ആർ ബി സിയുടെ ഷേപ്പില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ബൈ കോൺകേവ് ഷേപ്പിലായിരിക്കുന്നത്. ഏത് ഷേപ്പിലാ? ബൈ കോൺകേവ് ഷേപ്പ്. ബൈ കോൺകേവ് ഷേപ്പിലായിരിക്കുന്നത്. ഈ ആർ ബി സി ന്യൂക്ലിയേറ്റഡ് ആണോ അതോ നോൺ ന്യൂക്ലിയേറ്റഡ് ആണോ? അറിയോ നിങ്ങൾക്ക്? ആർ ബി സി കുഞ്ഞായിരിക്കുമ്പോ, അങ്ങനെ പറഞ്ഞാൽ ഫീറ്റൽ ആർ ബി സി. ആർ ബി സി ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് ആ ഫീറ്റൽ ആർ ബി സി ന്യൂക്ലിയേറ്റഡ്. ഫീറ്റൽ ആർ ബി സി എന്തോന്നാ? ന്യൂക്ലിയേറ്റഡ്. പക്ഷെ അത് മെച്ചൂർഡ് ആകുമ്പോഴോ, വലിയ ആകുമ്പോഴോ, മെച്ചൂർഡ് ആവുന്ന സമയത്ത് അതിന്റെ ന്യൂക്ലിയസ് ഡിസപ്പിയർ ആയി പോവും, ന്യൂക്ലിയസ് നശിച്ചു പോവും. ഫീറ്റൽ ആർ ബി സി ന്യൂക്ലിയേറ്റഡ് ആണ്, മെച്ചൂർഡ് ആർ ബി സി നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. എന്തുകൊണ്ടാ ആർ ബി സി കുഞ്ഞിന്ന് വലിയതാവുമ്പോ ന്യൂക്ലിയസ് ഡിസപ്പിയർ ആയി പോയത്? എന്തുകൊണ്ടാന്ന് അറിയോ? ടു അക്കോമഡേറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. എന്തിനു വേണ്ടിട്ടാ? കുറെ ക്വാണ്ടിറ്റി. ആരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ? ഹീമോഗ്ലോബിനെ. എന്തിനു വേണ്ടിട്ടാ ഹീമോഗ്ലോബിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. നമ്മൾ ബ്രീത്തിംഗിൽ പഠിച്ചിട്ടുണ്ട്. ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ ആയിരുന്നു ട്രാൻസ്പോർട്ട് ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ആരാണ് മക്കളെ? ഹീമോഗ്ലോബിന്. ഈ ഹീമോഗ്ലോബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂക്ലിയസ് നശിച്ചു പോകുന്നത്. ഫീറ്റൽ ആർ ബി സി ഇല്ലേ, അയാള് വലിയ ആവുമ്പോൾ, ആള് മെച്ചൂർ ആവുന്ന സമയത്ത് ന്യൂക്ലിയസ് ഡിസപ്പിയർ ആയി പോകും. എന്തിനു വേണ്ടിയിട്ടാ? ടു അക്കോമഡേറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. മുന്നോട്ട് പോവല്ലേ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് അറിയേണ്ടത് ആർ ബി സി ഇല്ലേ, ആർ ബി സി ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താ? എരിത്രോപോയസിസ്. എരിത്രോപോയസിസ്. ദി പ്രൊഡക്ഷൻ ഓഫ് ആർ ബി സി ഇസ് നോൺ ആസ് എരിത്രോപോയസിസ്. ആർ ബി സി ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേരാ എരിത്രോപോയസിസ്. ഈ ആർ ബി സി ഇല്ലേ, ആർ ബി സിക്കുള്ളിൽ ഉണ്ടായിരുന്ന അയൺ കണ്ടെയ്നിങ് പ്രോട്ടീന്റെ പേരെന്തായിരുന്നു? ഹീമോഗ്ലോബിൻ അല്ലെ. ഈ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലെ. ഈ ഹീമോഗ്ലോബിന്റെ കൗണ്ട് എത്രയാ? 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ 12 to 16 gram ഹീമോഗ്ലോബിൻ ഉണ്ടാവും. 12 to 16 gram per 100 ml ഓഫ് ബ്ലഡ്. കുഞ്ഞുങ്ങളെ, 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ട്? 12 to 16 gram ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിന്റെ കൗണ്ട് എത്രയാ? 12 to 16 gram per 100 ml ഓഫ് ബ്ലഡ്. 100 ml ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് 12 to 16 gram ഹീമോഗ്ലോബിൻ. 100 ml ബ്ലഡിൽ 12 to 16 gram ആരുണ്ട്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ട്. 100 ml ബ്ലഡിൽ 12 to 16 gram ഹീമോഗ്ലോബിൻ ഉണ്ട്. ഓക്കെ, ഹീമോഗ്ലോബിൻ കൂടിയാൽ എന്താ പറയാ? ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ എന്താ പറയാ? ഹീമോഗ്ലോബിൻ കൂടിയാല് പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ ഞാൻ ഇവിടെ എഴുതി തരാവേ. ഹീമോഗ്ലോബിൻ കൂടിയാൽ എന്താ പറയാ? പോളിസൈത്തീമിയ. ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ എന്താ പറയാ? അനീമിയ. ഹീമോഗ്ലോബിന്റെ കൗണ്ട് എത്രയാ? 12 to 16 gram per 100 ml ഓഫ് ബ്ലഡ്. 100 ml ബ്ലഡിൽ 12 to 16 gram ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ കൂടിയാല് പോളിസൈത്തീമിയ, ഹീമോഗ്ലോബിൻ കുറഞ്ഞാല് അനീമിയ. ഹീമോഗ്ലോബിൻ കൂടിയാല് പോളിസൈത്തീമിയ, ഹീമോഗ്ലോബിൻ കുറഞ്ഞാല് അനീമിയ. റെഡിയല്ലേ മക്കളെ? ഇത്ര കാര്യത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോകണം. നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന ആർ ബി സിനെയാണ്, റെഡ് ബ്ലഡ് സെൽസിനെയാണ്, എരിത്രോസൈറ്റിനെയാണ്. ഓക്കെ, ഇവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ അറിയണ്ടേ? ഇനി നമ്മൾ പോകേണ്ട WBCയിലേക്കാണ്. WBC ഇയാളെ വിളിക്കുന്ന വേറെ പേരെന്താ? ല്യൂക്കോസൈറ്റ്സ്. വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസ്സൽസ് അഥവാ ല്യൂക്കോസൈറ്റ്സ്. ല്യൂക്കോസൈറ്റ് അല്ലേ, ല്യൂക്കോസൈറ്റ്സ്. ഇയാളുടെ കൗണ്ട് എത്രയാ? നിങ്ങൾ NCERT പഠിപ്പിക്കുന്ന 6000 to 8000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ. 6000 മുതൽ 8000 വരെ സെൽസ് ഉണ്ട്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 1 mm ഉള്ള ഒരു ക്യൂബ്, 1 ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള എത്ര WBC ഉണ്ട്? 6000 to 8000 WBC ഉണ്ട്. 6000 to 8000 cells per cubic millimeter. 1 cubic millimeter blood contain 6000 to 8000 cells WBC.
ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിനുള്ളിൽ 6000 മുതൽ 8000 വരെ WBC ഉണ്ട് മക്കളെ. 6000 to 8000 cells per cubic millimeter. ഇതാ WBC കൗണ്ട്. ഈ WBC കുറിച്ച് നമുക്ക് അറിയണ്ടേ. എങ്കിലും റെഡിയല്ല, എന്റെ കൂടെ പഠിക്കല്ലേ? ഓക്കെ, WBC ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ പോവാ. WBC നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. WBC രണ്ടായിട്ട് നമുക്ക് മുറിക്കാം. ഒന്നാമത്തെ ആള് ഗ്രാനുലോസൈറ്റ്. ഒന്നാമത്തെ ആളാരാ? ഗ്രാനുലോസൈറ്റ്. രണ്ടാമത്തെ ആളാരാ? എഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റും എഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിൽ വീണ്ടും മൂന്നാളുകളുണ്ട്. ഒന്നാമത്തെ ആള് ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ. രണ്ടാമത്തെ ആള് ബേസോഫിൽ. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ, ബേസോഫിൽ. മൂന്നാമത്തെ ആള് ഈസിനോഫിൽ. മൂന്നാമത്തെ ആള് ഈസിനോഫിൽ. ഗ്രാനുലോസൈറ്റ്സിലെ രണ്ടാളുകളല്ല, മൂന്നാളുകളാ. ഒന്നാമത്തെ ആള് ന്യൂട്രോഫിൽ, രണ്ടാമത്തെ ആള് ബേസോഫിൽ, മൂന്നാമത്തെ ആള് ഈസിനോഫിൽ. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ. ഇതാണ് ഗ്രാനുലോസൈറ്റ്സ്. എഗ്രാനുലോസൈറ്റ്സിലേക്ക് വരുമ്പോ രണ്ടാളുകളുണ്ട്. ഒന്ന് മോണോസൈറ്റ്. മോണോസൈറ്റ്. രണ്ട് ലിംഫോസൈറ്റ്. മോണോസൈറ്റും ലിംഫോസൈറ്റും. മോണോസൈറ്റും ലിംഫോസൈറ്റും. അപ്പൊ ഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെയാ? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ. എഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെയാ? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. റെഡി അല്ലേ? അപ്പൊ ഇത്രയും ആളുകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. കുഞ്ഞുങ്ങളെ WBC. WBC വിളിച്ച വേറെ പേരെന്താ? ല്യൂക്കോസൈറ്റ്. WBC വേറെ പേര് ല്യൂക്കോസൈറ്റ്. കൗണ്ട് എത്രയാ? 6000 to 8000 cells per cubic millimeter. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള 6000 മുതൽ 8000 വരെ WBCs ഉണ്ട്. WBC നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം മക്കളെ. WBC നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിൽ നമുക്ക് മൂന്നാളുകൾ അറിയണേ. ഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെയാ? ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഈസിനോഫിൽ ഉണ്ട്. റെഡി അല്ലേ? എഗ്രാനുലോസൈറ്റ്സ് രണ്ടാളുകളുണ്ട്. എഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെയാ? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. മോണോസൈറ്റും ലിംഫോസൈറ്റും. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഗ്രാനുലോസൈറ്റ്സ് അല്ലേ? ഗ്രാനുലോസൈറ്റ്സിൽ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ കാണുന്നില്ലേ? ന്യൂട്രോഫിലിന്റെ കൗണ്ട് എത്രയാ? ന്യൂട്രോഫിലിന്റെ കൗണ്ട് എത്രയാ? ന്യൂട്രോഫിൽ 60 to 65%. 60 മുതൽ 65% ന്യൂട്രോഫിൽ. 60 to 65% ന്യൂട്രോഫിലാണ്. ബേസോഫിൽ 0.5 to 1% ആണ്. ഏറ്റവും കുറവ് ബേസോഫിലാണ്. ഈസിനോഫിൽ 2 to 3% ആണ്. മോണോസൈറ്റ് 6 to 8% ആണ്. ലിംഫോസൈറ്റ് 20 to 25% ആണ്. 20 to 25%. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സിൽ മൂന്നാളുകളുണ്ട്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ. ന്യൂട്രോഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കൗണ്ട് 60 to 65% ന്യൂട്രോഫിലാണ്. ബേസോഫിൽ ഏറ്റവും കുറവാണ്. 0.5 to 1% മാത്രമേ ഉള്ളൂ ബേസോഫിൽ. ഈസിനോഫിൽ ഇല്ലേ, ആള് 2 to 3% ഉണ്ട്. ഇതാണ് ഗ്രാനുലോസൈറ്റ്സിന്റെ കണക്ക്. എഗ്രാനുലോസൈറ്റ്സിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലിംഫോസൈറ്റ്. 20 to 25% ലിംഫോസൈറ്റ്. 20 മുതൽ 25% ആരാ? ലിംഫോസൈറ്റ്. നമ്മുടെ മോണോസൈറ്റ് ഇല്ലേ, അയാള് കുറവാണ്. അയാള് 6 to 8% ഉണ്ട്. ഇതാണ് നമ്മുടെ എഗ്രാനുലോസൈറ്റ്സിന്റെ കണക്കുകൾ. ഗ്രാനുലോസൈറ്റ്സും പഠിച്ചു, എഗ്രാനുലോസൈറ്റ്സും പഠിച്ചു. ഇവരുടെയൊക്കെ ഫംഗ്ഷൻ അറിയണ്ടേ? ഒന്നാമത്തെ ഗ്രാനുലോസൈറ്റ്സ് ആരാ? ന്യൂട്രോഫിൽ അല്ലേ? ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? വിഴുങ്ങി അങ്ങോട്ട് നശിപ്പിക്കും മൂപ്പര്. ഫാഗോസൈറ്റോസിസ്. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ ഫാഗോസൈറ്റോസിസ്. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ ആണ് ഫാഗോസൈറ്റോസിസ്. വിഴുങ്ങി അങ്ങോട്ട് നശിപ്പിക്കുക. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ്. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ്. ബേസോഫിൽ ആണെങ്കിലോ നമ്മൾ ഇൻഫ്ലമേഷൻ ഒക്കെ പറയില്ല. ചില ഇടത്തൊക്കെ തലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊങ്ങി വരൂലേ, ചുവന്ന് വരില്ലേ, സ്വെല്ലിംഗ് ഉണ്ടാവും, റെഡ് ആവും, വേദന ഉണ്ടാവും അല്ലേ? ഇതൊക്കെയാണ് ഒരു ഇൻഫ്ലമേഷൻ സൈൻ. സ്വെല്ലിംഗ്, റെഡ്നെസ്, പെയിൻ, ടെമ്പറേച്ചർ റൈസ്, അവിടെ തൊടുമ്പോൾ ചൂടും ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാന്നറിയോ? ഇയാള് സെക്രീറ്റ് ചെയ്യുന്ന സംഭവം. ബേസോഫിൽ എന്ത് ചെയ്യും? ബേസോഫിൽ റിലീസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് സച്ച് ആസ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റമിനെയും സെറോട്ടോണിനെയും, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റമിനെയും സെറോട്ടോണിനെ റിലീസ് ചെയ്യുന്ന ആളാണ് ആര്? ബേസോഫിൽ. ബേസോഫിൽ റിലീസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് സച്ച് ആസ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. ബേസോഫിൽ ഹിസ്റ്റമിനെ സെറോട്ടോണിനെ റിലീസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബേസോഫിൽ. റെഡി ആണല്ലോ? ബേസോഫിലാണ് ഹിസ്റ്റമിനെ സെറോട്ടോണിനെ റിലീസ് ചെയ്യുന്നത്. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ്. ഈസിനോഫിൽ ഇല്ലേ, ആളുടെ ഫംഗ്ഷൻ എന്ത്? ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ. അലർജിക് റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന ആളാണ് ഈസിനോഫിൽ. ഈസിനോഫിൽ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ. അലർജിക് റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന ആളാണ് ഈസിനോഫിൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഇനി നമുക്ക് അറിയാനുള്ളത് എഗ്രാനുലോസൈറ്റ്സ് ആണ്.
എഗ്രാനുലോസൈറ്റ്സിൽ നിങ്ങൾക്ക് രണ്ടാളുകൾ അറിയാവേ. ഒന്നാമത്തെ മോണോസൈറ്റും രണ്ടാമത്തെ ലിംഫോസൈറ്റും. മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ അറിയോ? മോണോസൈറ്റ് നമ്മൾ നേരത്തെ ന്യൂട്രോഫിൽ അതന്നെ ഫാഗോസൈറ്റോസിസ്. മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ്. മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റോസിസ്. ലിംഫോസൈറ്റോ? ലിംഫോസൈറ്റ് ആണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ലിംഫോസൈറ്റ് എന്താ? ഇറ്റ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. ഇങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ലേ? നമ്മൾ ഹെൽത്ത് ആൻഡ് ഡിസീസിലൊക്കെ പഠിച്ചിട്ടില്ലേ രണ്ട് ടൈപ്പ് ലിംഫോസൈറ്റ്സ് ഉണ്ടെന്ന്? ടി ലിംഫോസൈറ്റ്സ് ഉണ്ട്, ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മൈക്രോബ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. മൈക്രോബ്സ് അത് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ടി ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ടെന്ന്. ടി ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ട്. ടി ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ട്. ടി ലിംഫോസൈറ്റ് എന്ത് ഇമ്മ്യൂണിറ്റി, ബി ലിംഫോസൈറ്റ് എന്ത് ഇമ്മ്യൂണിറ്റി, നമുക്ക് അതും കൂടെ ഒന്ന് അറിയണം. അവിടെ ടിയും ബിയും ഞാനിവിടെ തൽക്കാലം നിങ്ങൾ മാറ്റി എഴുതാം. ലിംഫോസൈറ്റ് കുഞ്ഞുങ്ങൾ ഇത് കറക്റ്റ് പഠിക്കണം. എല്ലാ എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റൻ ആണ് ലിംഫോസൈറ്റിൽ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ മാറ്റി എഴുതുന്നത്. ലിംഫോസൈറ്റിൽ രണ്ടാളുകൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാള് ടി ലിംഫോസൈറ്റ്, രണ്ടാമത്തെ ആള് ബി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് എന്ത് ഇമ്മ്യൂണിറ്റി ചോദിച്ചാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ബി ലിംഫോസൈറ്റ് എന്ത് ഇമ്മ്യൂണിറ്റി ചോദിച്ചാൽ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ബി ലിംഫോസൈറ്റ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ടി ലിംഫോസൈറ്റ് ആണെങ്കിലോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ടി ലിംഫോസൈറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ബി ലിംഫോസൈറ്റ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നത് നെയിം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. കുഞ്ഞുങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾ ടി ലിംഫോസൈറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞില്ലേടാ, അവിടെ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ചില ആളുകൾക്ക് ഓർഗൻ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ അവരുടെ ബോഡിയിൽ ആ ഓർഗനെ റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും ഇമ്മ്യൂൺ സിസ്റ്റം. എന്റെ ബോഡിയിൽ എങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഓർഗനെ റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ആ ടെൻഡൻസി കാണിക്കുന്ന ആരറിയോ? ഈ ടി ലിംഫോസൈറ്റ്സ് ആണ് അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. അവർ കാണിക്കുന്ന ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേര് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിൽ ഓർഗനെ റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്ന സെൽസ് ആരാ ചോദിച്ചാൽ അത് ടി ലിംഫോസൈറ്റ്. അങ്ങനെയുള്ള ഓർഗനെ റിജക്ട് ചെയ്യുന്ന ആ ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരെന്താ ചോദിച്ചാല് അതിന്റെ പേര് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? പിന്നെ ഒരു പാത്തോജനൊക്കെ വന്ന് കയറിയല്ലേ നമ്മുടെ ബോഡി ആന്റിബോഡി ഉണ്ടാക്കും. ആ ആന്റിബോഡി ഉണ്ടാക്കി കൂടെ അവനെ അറ്റാക്ക് ചെയ്ത് കളയും. അതാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ വേറെ പേര് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അത് കാണിക്കുന്ന ആളാ ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് എന്താ? ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കാണിക്കുന്ന ആളാണ് ആര്? ബി ലിംഫോസൈറ്റ്. അപ്പൊ ഇങ്ങക്ക് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ആണ് മക്കളെ കണ്ടേക്കുന്നത്. ഓക്കെ ആണേ? അപ്പം ലിംഫോസൈറ്റ് ആയി, മോണോസൈറ്റ് ആയി. മക്കൾ ഇപ്പൊ പഠിച്ചേക്കുന്ന ആരെയാ? കംപ്ലീറ്റ് നമ്മുടെ WBC അല്ലെ? WBCന്റെ വേറെ പേരായിരുന്നു ല്യൂക്കോസൈറ്റ്. അവരുടെ കൗണ്ട് ആണ് 6000 to 8000 cells per cubic millimeter. ഇങ്ങനെ WBC ഒന്ന് വരച്ചേട്ടെ. WBCന്റെ പടം നോക്കാവേ. WBCയിൽ ഒന്നാമത്തെ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. നിങ്ങൾക്ക് കാണാൻ ന്യൂട്രോഫില്ലേ? ന്യൂട്രോഫിൽ കണ്ടേ നോക്കിയേ, കുറേ ന്യൂക്ലിയസ് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്? കുറേ ന്യൂക്ലിയസ് കാണാൻ പറ്റുന്നില്ലേ? ഇയാളാണ് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ്. ന്യൂട്രോഫിൽ മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഇവനെ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, പോളി മോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. പോളി മോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, കുറേ ന്യൂക്ലിയസ് കാണുന്നില്ലേ? പോളി മോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ് അതാണ് ന്യൂട്രോഫിൽ. ഇവനിടയിൽ നമ്മൾ ഗ്രാനുൾസ് ഉണ്ട്, ഗ്രാനുലോസൈറ്റ് അല്ലേ? ഗ്രാനുൾസ് ഒക്കെ ഇട്ട് കൊടുക്കണേ. ഇതാണ് ന്യൂട്രോഫിൽ. ഇനി ബേസോഫിൽ എങ്ങനെയാ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. ബേസോഫിൽ ന്യൂക്ലിയസ് എങ്ങനെയാ കുഞ്ഞുങ്ങളെ കണ്ടെങ്കിൽ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസ്. ബേസോഫിൽ ന്യൂക്ലിയസ് എങ്ങനെയാ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇതാരാ? ഗ്രാനുൾസാ. ഇതാരാ? ന്യൂട്രോഫിൽ കഴിഞ്ഞ് ഇതാളാരാ? ബേസോഫിൽ എങ്ങനത്തെ ന്യൂക്ലിയസാ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസാ. ബേസോഫിന്റെ ന്യൂക്ലിയസ് എങ്ങനെയാ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസാ. ബേസോഫിന്റെ ന്യൂക്ലിയസ് എങ്ങനെയാ? എസ് ഷേപ്ഡ് ന്യൂക്ലിയസാ. കാണാം അല്ലേ? അതാണ് ബേസോഫിൽ. ഇവിടെ ഗ്രാനുൾസ് ഇട്ടില്ലേ? ഗ്രാനുലോസൈറ്റ്സ് അല്ലേ? സോ ഗ്രാനുൾസ് ഇട്ടു. ഇനി അടുത്ത ആള് ഈസിനോഫിൽ എങ്ങനെയാ? നോക്കിയോ. ഈസിനോഫിൽ ഇതാ നമ്മള് സ്റ്റെത്തൊക്കെ പോലെ ഇത് ബൈലോബ്ഡ് ന്യൂക്ലിയസ്. ഇവിടെ നമ്മൾ എന്തുണ്ടോ? ഗ്രാനുൾസ് ഉണ്ടോ? ഗ്രാനുലോസൈറ്റ് അല്ലേ? ബൈലോബ്ഡ് ന്യൂക്ലിയസ്. ഇത് ഈസിനോഫിൽ ബൈലോബ്ഡ്. ഈസിനോഫിൽ എങ്ങനെയാ? ബൈലോബ്ഡ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ന്യൂട്രോഫിൽ. ബേസോഫിൽ എങ്ങനെയാ? എസ് ഷേപ്ഡ് ബേസോഫിൽ. റെഡി അല്ലേ? ഇനി നമുക്കറിയുള്ള രണ്ടാളുകളും കൂടി. ഒരാൾ വലിയ ആളാ, ഇയാളുടെ പേര് മാക്രോഫേജ്. നമുക്ക്
കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇയാൾ മാക്രോഫേജ് അല്ലേ? ഇയാൾ മോണോസൈറ്റ് അല്ല. ഇയാളാരാ മോണോസൈറ്റ്. മോണോസൈറ്റ്. കുഞ്ഞുങ്ങളെ മോണോസൈറ്റ് ആണ് ഇയാളെ കാണാൻ നിങ്ങൾക്ക് ഇയാൾ ന്യൂക്ലിയസ് കാണാമോ? വലിയ ന്യൂക്ലിയസ് അല്ലേ ഇയാളുടെ ന്യൂക്ലിയസ്? കിഡ്നി ഷേപ്പിലല്ലേ ഇരിക്കുന്ന വലിയ ന്യൂക്ലിയസ് അല്ലേ ഇയാൾക്ക്? ഇയാൾക്ക് ഞാൻ ഗ്രാനുൾസ് ഇടണോ? വേണ്ട. ഇയാൾ എഗ്രാനുലോസൈറ്റ്സ് അല്ലേ? അങ്ങനെയാണ്. ഇയാളാണ് ആര് നമ്മൾ പറയുന്ന മോണോസൈറ്റ്. മോണോസൈറ്റ് ന്യൂക്ലിയസ് എങ്ങനെ? കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് മോണോസൈറ്റിന്. ലാസ്റ്റ് ആള് ലിംഫോസൈറ്റ് ആണ്. കുഞ്ഞുങ്ങളെ കറക്റ്റ് നോക്കണേ. ലിംഫോസൈറ്റ് ചെറുതാണ് ഇയാള്, പക്ഷെ ഇയാളോളം വലിയ ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ലാർജ് എന്ന് വേർഡ് ഉപയോഗിക്കുന്നത്. ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്, വലിയ റൗണ്ടിലുള്ള ന്യൂക്ലിയസ്, ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്. റെഡി അല്ലേ? നിങ്ങൾക്ക് കാണാമോ? ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്. ഇത് നിങ്ങൾക്ക് കാണാം, ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്. അതാർക്കാ ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്? ലിംഫോസൈറ്റിന് ലാർജ് റൗണ്ട് ന്യൂക്ലിയസ്. ലാർജ് റൗണ്ട് ന്യൂക്ലിയസ് ആണ് ആർക്ക്? ലിംഫോസൈറ്റിന്. അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോ പഠിച്ചില്ലേ WBCനെ കുറിച്ചാണ്. WBCയില് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആളുടെ വേറെ പേരെന്താന്ന് പറഞ്ഞു, ആളുടെ കൗണ്ട് എത്രയാന്ന് പറഞ്ഞു, ആളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് ഗ്രാനുലോസൈറ്റ്സ്, ഒന്ന് എഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന ആരൊക്കെയാന്ന് പറഞ്ഞു, അവരുടെ പെർസെന്റേജ് പറഞ്ഞു, അവരുടെ ഫംഗ്ഷൻ പറഞ്ഞു. ഇതേപോലെ തന്നെ എഗ്രാനുലോസൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന ആരൊക്കെയാണെന്നും അവരുടെ പെർസെന്റേജും അവരുടെ ഫംഗ്ഷനും പഠിച്ചു. പിന്നെ നമ്മൾ ഈ ഗ്രാനുലോസൈറ്റ്സിന്റെ എഗ്രാനുലോസൈറ്റ്സിന്റെ എല്ലാവരുടെയും പടവും കൂടെ പഠിച്ചു. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞു? WBC കഴിഞ്ഞു. WBC കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഫോംഡ് എലമെന്റ്സിൽ ഇനി എന്താ ഉള്ളത്? പ്ലേറ്റ്ലെറ്റ്. റെഡി, ഗുഡ്. ഇനി ആരാ ഉള്ളത്? പോയി RBC, WBC, പ്ലേറ്റ്ലെറ്റ്. കുഞ്ഞുങ്ങളെ പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് നമുക്കൊരു 4 പോയിന്റ്സ് അറിഞ്ഞാൽ മതി. പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് ഒരു 4 പോയിന്റ്സ് അറിഞ്ഞാൽ മതി. ആ 4 ഏതൊക്കെ അറിയണ്ടേ? ഒന്നാമത്തെ പ്ലേറ്റ്ലെറ്റ്, മൂപ്പരെ വേറെ വിളിക്കുന്ന വേറെ പേരെന്താ? ത്രോംബോസൈറ്റ്സ്. ഇയാള് ന്യൂക്ലിയസ് ഇല്ലാത്ത ആളാ. ഇയാള് ന്യൂക്ലിയേറ്റഡാ. ഇയാളും എന്യൂക്ലിയേറ്റഡാ. ഇയാൾക്ക് ന്യൂക്ലിയസ് ഇല്ല, നോൺ ന്യൂക്ലിയേറ്റഡ്. ഇയാളുടെ കൗണ്ട് എത്ര അറിയാം? 1.5 to 3.5 lakh സെൽസ് per cubic millimeter. 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. 1.5 to 3.5 lakh cells per cubic millimeter. 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് ആരുടെ കണക്ക്? പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് എത്ര? 1.5 to 3.5 lakh cells per cubic millimeter. 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് ആരുള്ളത്? പ്ലേറ്റ്ലെറ്റ് ഉള്ളത്. 1.5 to 3.5 lakh cells per cubic millimeter. 1.5 to 3.5 lakh cells per cubic millimeter. അതാണ് ആരുടെ കൗണ്ട്? പ്ലേറ്റ്ലെറ്റിന്റെ. 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്. പ്ലേറ്റ്ലെറ്റിനെ വിളിച്ച വേറെ പേരാ ത്രോംബോസൈറ്റ്സ്. ഇയാള് നോൺ ന്യൂക്ലിയേറ്റഡാ. 1.5 to 3.5 lakh സെൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങൾ ഈ പ്ലേറ്റ്ലെറ്റിൽ ഇനി എന്താ അറിയാറുണ്ട്? പ്ലേറ്റ്ലെറ്റ് എവിടുന്ന് ഉണ്ടാവുന്നതെന്ന്. പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യുന്നില്ലേ, മെഗാ കേരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞ വലിയൊരാളുണ്ട് ബ്ലഡിൽ. ഈ മെഗാ കേരിയോസൈറ്റ്സ് പൊട്ടുമ്പോൾ 1000-ഓളം പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും. ഓരോ മെഗാ കേരിയോസൈറ്റ്സ് പൊട്ടുമ്പോൾ 1000-ഓളം പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും. അപ്പൊ പ്ലേറ്റ്ലെറ്റ് എവിടുന്ന ഫോം ചെയ്യുന്നത്? ഫ്രാഗ്മെന്റ്സ് ഓഫ് മെഗാ കേരിയോസൈറ്റ്സ്. ഫോംഡ് ഫ്രം ഫ്രാഗ്മെന്റ്സ് ഓഫ് മെഗാ കേരിയോസൈറ്റ്സ്. ഞാൻ ആ പേര് മാത്രം എഴുതി വെച്ചേക്കാം. മെഗാ കേരിയോസൈറ്റ്സ്. മെഗാ കേരിയോസൈറ്റ്സിന്റെ ഫ്രാഗ്മെന്റ്സ് ചെയ്യുന്ന ഇയാൾ ഉണ്ടാവുന്നത്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് ഫംഗ്ഷൻ. ഇയാളെ വിളിക്കുന്ന വേറെ പേരെന്താ? ത്രോംബോസൈറ്റ്സ് ആണ്. ഇയാൾക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? ഇയാൾക്ക് ഇല്ല. ഇയാളുടെ കൗണ്ട് എത്രയാ? 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 1 cubic millimeter blood contain 1.5 to 3.5 lakh cells per cubic millimeter. That means 1.5 to 3.5 lakh cells ഉണ്ടെന്ന്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിനുള്ളില് 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ ആരുണ്ടെന്ന്? പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്ന്. ഓക്കെ അല്ലേ? പ്ലേറ്റ്ലെറ്റ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? മെഗാ കേരിയോസൈറ്റ്സിന്റെ ഫ്രാഗ്മെന്റ്സ് നിന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോംഡ് എലമെന്റ്സിൽ ഉള്ളത്. ഫോംഡ് എലമെന്റ്സ് മൊത്തം ബ്ലഡിന്റെ 45% ഉള്ളത്. ആ ഫോംഡ് എലമെന്റ്സ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഇവർ ഓരോരോ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ ഇനി നമുക്ക് അറിയാനുള്ളത് ഇവിടെ ആരെയാ? പ്ലാസ്മ. ആരാ കുഞ്ഞുങ്ങളെ ഇത്? ഇതാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിൽ എന്താ നമുക്ക് അറിയേണ്ടത്? പ്ലാസ്മയുടെ വാട്ടർ ഉണ്ടാ കുഞ്ഞുങ്ങളെ? വാട്ടർ. പ്ലാസ്മയുടെ 90 to 92% ആരാ? 90 to 92% ആരാ? വാട്ടർ ആണ്. 90 മുതൽ 92% വാട്ടർ ആണ്. പിന്നെ ആരുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. ആരുണ്ട്? പ്രോട്ടീൻ.
പ്രോട്ടീൻ എത്ര ഉണ്ട്? 6 to 8% ആരാ? പ്രോട്ടീൻ. 6 മുതൽ 8% വരെ ആരാ? പ്രോട്ടീൻ. പ്രോട്ടീൻ ആണ് ആരൊക്കെ? കറക്റ്റ് പഠിക്കണം. ആൽബുമിൻ ഉണ്ട്, ആൽബുമിൻ. ഗ്ലോബുലിൻ ഉണ്ട്, ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ ഉണ്ട്, ഫൈബ്രിനോജൻ. പ്രോത്രോംബിൻ ഉണ്ട്, പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ ഉണ്ട്, പ്രോത്രോംബിൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ. പ്ലാസ്മ പ്രോട്ടീൻസ് 6 മുതൽ 8% പ്ലാസ്മ പ്രോട്ടീൻസ്. 90 to 92% വാട്ടറാ. എടാ കുഞ്ഞുങ്ങളെ, പ്ലാസ്മ ഇല്ലേ? പ്ലാസ്മയുടെ 90 to 92% ആരാടാ? വാട്ടറാ. പ്ലാസ്മന്റെ 90 to 92% ആരാ? വാട്ടറാ. 6 to 8% ആരാ? പ്രോട്ടീനാ. പ്രോട്ടീൻ ആരൊക്കെയാ? ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജന്, പ്രോത്രോംബിന്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ. പിന്നെ ആരൊക്കെ ഉണ്ട് ഇവിടെ? വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺ ഉണ്ട്, പിന്നെ സോൾട്ട് ഉണ്ട്. സോൾട്ടിൽ കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. കാറ്റയോൺ, ആനയോൺ. കാറ്റയോണില് Na+, Ca2+, Mg2+, ഇതൊക്കെയാണ് കാറ്റയോൺ. ആനയോൺ Cl-, HCO3-, ഇതൊക്കെയാണ് ആനയോൺസ്. അപ്പൊ വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺ ഉണ്ട്, സോൾട്ട് ഉണ്ട്. സോൾട്ടിൽ കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. കാറ്റയോൺ ആണ് Na+, Ca2+, Mg2+, ഒക്കെ. ആനയോൺ ആണ് Cl-, HCO3-, ഇതൊക്കെ. കാറ്റയോൺസ് ഉണ്ട്, ആനയോൺസ് ഉണ്ട്. ഇവരെ കൂടാതെ പ്ലാസ്മയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരേ ഒരു കാർബോഹൈഡ്രേറ്റ് ഫോം, അതാരാ? നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞിരട്ടെ. ഗ്ലൂക്കോസ്. പ്ലാസ്മയിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫോം ഏതാ? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്. പിന്നെ ആരുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്, ഹെപ്പാരിൻ, ആന്റി കൊയാഗുലായിട്ടുള്ള ഹെപ്പാരിൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആളുകളുണ്ടോ മക്കളെ? ആന്റി കൊയാഗുലൻ, ഹെപ്പാരിൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. സാൾട്ടിൽ കാറ്റയോൺസ് ഉണ്ട്, ആനയോൺസ് ഉണ്ട്. കാറ്റയോൺസ് Na+, Ca2+, Mg2+, ഒക്കെ. ആനയോൺസ് Cl-, HCO3-, ഒക്കെ. ഇത്രയും ആളുകളുണ്ട് പ്ലാസ്മയിൽ. അപ്പൊ ബ്ലഡിനുള്ളിലെ മെയിൻ 2 കോമ്പണൻസ് നിങ്ങൾ പഠിച്ചേക്കുന്ന പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സ്. ഫോംഡ് എലമെന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയുടെ 90 മുതൽ 92% വാട്ടർ ആയിരുന്നു. ഇതിന്റെ 6 മുതൽ 8% വരെ എന്തായിരുന്നു? പ്ലാസ്മ പ്രോട്ടീൻസ് ആയിരുന്നു. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് 4 ആളുകളാ. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്, പ്രോത്രോംബിൻ ഉണ്ട്. കുഞ്ഞുങ്ങൾ, ഇതിൽ ഈ ആൽബുമിൻ ഇല്ലേ? ഈ ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താ? ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താ? കോപ്പ്. എന്തോന്ന്? കോപ്പ്, കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. ആൽബുമിന്റെ ഫംഗ്ഷൻ ആണ് ഇറ്റ് മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. NCERT ഒരു ഓസ്മോട്ടിക് പ്രഷറിനെ പറഞ്ഞുള്ളൂ. നമുക്ക് കോപ്പ് എന്ന് പഠിക്കാം. കോപ്പ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ആര്? ആൽബുമിൻ. ആൽബുമിനാണ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്ലോബലിനോ? ഗ്ലോബലിന്റെ ഫംഗ്ഷൻ എന്താ? ആളുടെ ഫംഗ്ഷൻ ആണ് ഡിഫൻസ്. ഗ്ലോബലിന്റെ അവിടെ ഇതാണ് ഗ്ലോബലിൻ. ഗ്ലോബലിന്റെ ഫംഗ്ഷൻ എന്താ? ഡിഫൻസ് കാപ്പബിലിറ്റി. എങ്ങനെയാണ് ഡിഫൻസ് കാണിക്കുക? ബൈ പ്രൊഡ്യൂസിങ് ഇമ്യൂണോഗ്ലോബലിൻ. നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നോ? ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ഇമ്യൂണോഗ്ലോബലിൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നല്ലേ? ഈ ആന്റിബോഡിനെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഡിഫൻസ് കാണിക്കുന്നവനാണ് ആര്? നമ്മൾ പഠിച്ചേക്കുന്ന ഗ്ലോബലിൻ. ഗ്ലോബലിൻ അഥവാ ഇമ്യൂണോഗ്ലോബലിൻ. ആളെന്താ ചെയ്യുന്നത്? ഡിഫൻസ് കാപ്പബിലിറ്റി. എങ്ങനെ ഡിഫൻസ് കാണിക്കുന്നത്? ബൈ പ്രൊഡ്യൂസിങ് ഇമ്യൂണോഗ്ലോബലിൻ. ഇമ്യൂണോഗ്ലോബലിൻ ഉണ്ടാക്കിക്കൊണ്ട് ഡിഫൻസ് കാണിക്കുന്നവരാണ് ആര്? ഗ്ലോബലിൻ. അടുത്ത 2 ആളുകളിലെ ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ. ഈ ഫൈബ്രിനോജനെയും പ്രോത്രോംബിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരെന്താ? ഇവര് 2 പേരും കൂടെ ചേർത്ത് എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ. ഫൈബ്രിനോജനും പ്രോത്രോംബിനുമാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന 2 ആളുകളാണ് ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ. ബ്ലഡ് ക്ലോട്ടിംഗ്. കുഞ്ഞുങ്ങളെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡിൽ പഠിക്കാൻ പോകുന്നത്. ആ ഫൈബ്രിനോജനും പ്രോത്രോംബിനും ബ്ലഡ് ക്ലോട്ടിംഗ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്താ സിറം? നിങ്ങൾക്ക് അറിയോ? സിറം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയോ? സിറം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അറിയണം. സിറം എന്ന് പറഞ്ഞാല് ഈക്വൽ ടു പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടർ. പ്ലാസ്മ എന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളിപ്പോ പഠിച്ചത് പ്ലാസ്മയാണ്. ആ പ്ലാസ്മയുടെ ഫുൾ കോമ്പോണൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇവരെ മാത്രം എടുത്തു കളയുക. ഫൈബ്രിനോജനെയും പ്രോത്രോംബിനെയും എടുത്തു കളയുക. ഫൈബ്രിനോജനെയും പ്രോത്രോംബിനെയും നമ്മൾ പ്ലാസ്മയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പ്ലാസ്മ എന്നല്ല വിളിക്കുക. ഫൈബ്രിനോജനെയും പ്രോത്രോംബിനെയും നമ്മൾ പ്ലാസ്മയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാ സിറന്ന്.
പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. പ്ലാസ്മയെന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ എടുത്തു കളഞ്ഞാല് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിറം. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ അതാണ് എന്ത്? സിറം. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ അതാണ് കുഞ്ഞുങ്ങളെ എന്ത്? സിറം. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡിൽ അറിയാനുള്ള. ബുദ്ധിമുട്ടുണ്ടോ? ബ്ലഡിന്റെ കോമ്പോണൻസ് ആണ് നിങ്ങൾ പഠിച്ചേക്കുന്നത്. നിങ്ങളിപ്പോ പഠിച്ചേക്കുന്ന ഫുള്ള് ബ്ലഡിന്റെ കോമ്പോണൻസ് ആണ്. ബ്ലഡിന്റെ കോമ്പോണൻസ് പക്കയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് ബ്ലഡിന്റെ കോമ്പോണൻസ്. ബ്ലഡിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ ഇവിടെ കണ്ടേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ അറിയാനുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്, ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ട്, എരിത്രോബ്ലാസ്റ്റോസിസ് വിറ്റാലിസ് ഉണ്ട്. ഈ ചെറിയ സെഷനും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടിലേക്ക് പോവാ. റെഡി അല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ അടുത്തായിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് അറിയാം. ബ്ലഡ് ഗ്രൂപ്പിംഗില് നിങ്ങൾ അറിയേണ്ടത് ഓരോ ബ്ലഡും എ ബി ഒ ഇങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇല്ലേ, ഇതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ കുഞ്ഞുങ്ങളെ ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക.